ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തലേ ദിവസം തുടങ്ങി പിറ്റേ ദിവസം ഉച്ചവരെയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാത്രി തന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ചിക്കൻ്റെ വിങ്സ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് നാളെ സ്കൂളിലേക്ക് എന്തെങ്കിലും ആക്കുകയും വേണം. അപ്പോൾ അത് ഓൾറെഡി വെള്ളത്തിലിട്ട് അതിൻ്റെ ഐസും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിൽ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട്, പാപ്രിക്ക പൗഡർ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അതൊരു 1 മണിക്കൂറോളം ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്യാനുള്ള സമയമാകുമ്പോൾ കുറച്ച് കോൺഫ്ലവറും ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് ചിക്കൻ്റെ വിങ്സ് ഒന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇത് കഴിക്കുകയില്ല. മക്കൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അത് ആക്കുന്നത്. പിന്നെ ഈ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹാസിമിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ബേബി സിറ്റിംഗ് ആണ് കേട്ടോ ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവൻ ആദ്യമായിട്ടൊന്ന് ബേബി സിറ്റിങ്ങിൽ വിട്ട് നോക്കിയതാണ്. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് 1 വർഷമായിട്ടാണ് കൊടുത്തിട്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകൾ കഴിയാനും അപ്പോയിൻമെൻറ്റ് കിട്ടാനൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാറേ ഇല്ല. കിട്ടുന്ന സമയത്താണെങ്കിൽ നാട്ടിലും ഒക്കെ ആവുമ്പോൾ അത് ഒരുപാട് ലാഗായി പോകട്ടോ. അപ്പോൾ എൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ആവണ വരെ അവനൊന്ന് ബേബി സിറ്റിങ്ങിൽ വിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ആയിട്ട് ഞാൻ അന്വേഷിക്കണു. അപ്പോൾ പുറത്തെവിടെയെങ്കിലും വിടാനായിട്ട് ഒരു 3.5 വയസ്സ് കഴിയട്ടെ എന്ന് കരുതി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ജൂലൈയിൽ നമ്മൾ നാട്ടിൽ പോകുമല്ലോ. അപ്പോൾ പോയി വന്നിട്ട് നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും ആക്കാം. അത്രയും നാൾ ഏതെങ്കിലും വീടുകളിൽ വിടാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഓപ്പോസിറ്റ് തന്നെ ബിൽഡിങ്ങിൽ ഒരു ലേഡി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊന്നുമില്ല. ആസിമും വേറൊരു 2 വയസ്സുള്ളൊരു മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനൊന്ന് അവിടെ വിട്ടു നോക്കാം, ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അവരോട് ഓക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ എനിക്ക് ക്ലാസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ വിട്ടിട്ട് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവുകയും ചെയ്യാമല്ലോ. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്ന സമയമായി കഴിഞ്ഞപ്പോൾ കുറച്ച് കോൺഫ്ലവറും ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ഡാർക്ക് കളറാവാൻ കാരണം ഡാർക്ക് സോയാ സോസ് ആഡ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് നമ്മുടെ മുഴുവൻ മുളകുണ്ടല്ലോ അതൊന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഒനിയനും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സോയാ സോസ് ഡാർക്കൊന്നും ശരീരത്തിന് അത്ര ഗുണമുള്ള സംഭവങ്ങളൊന്നുമല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലാവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് തിക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നൊരു ഗ്രേവി പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് എള്ളുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് രാത്രിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇവിടെ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോണറ്റും ഓരോ കപ്പ് കേക്കും പിന്നെ 2 ചോക്ലേറ്റിൻ്റെ 2 ബിസ്ക്കറ്റ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുബൂസാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ മാച്ചായി പോകും കേട്ടോ. പിന്നെ ഒരുപാട് മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുബൂസ് വാങ്ങിക്കുകയും ചെയ്തേട്ടാ. അപ്പോൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, അതേപോലെ ഹാസിമിന് കൊടുത്തയക്കാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ അതേ പിള്ളേരെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹാസിമിനെല്ലാം റെഡിയാക്കി സെറ്റാക്കി വിടണം. ഇന്നൊരു 10:30 ആകുമ്പോൾ ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. ടൈമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. കാരണം എൻ്റെ ക്ലാസ്സും അപ്പോയിൻമെൻറ്റൊക്കെ എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് സേമിയ എടുത്തിട്ടുണ്ട്. ഭയങ്കര തിന്നായിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും കുറച്ചും കൂടി തിക്നെസ്സുള്ള ടൈപ്പ് സേമിയാണ് നമ്മൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതൊരു 5 മിനിറ്റോളം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കപ്പലണ്ടി, അതേപോലെ കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ സവാള ഒന്ന് ചെറുതായിട്ട് അരിയുക, അതല്ലെങ്കിൽ ചെറിയുള്ളി, ഞാൻ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അതും കുറച്ച് ക്യാരറ്റ്, നമുക്ക് ഇഷ്ടമുള്ള വെജീസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ
അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് സേമിയാണ് എടുത്തത്. 2 കപ്പിന് 2.25 ഗ്ലാസ് വെള്ളം തന്നെയാണ് കേട്ടോ ആഡ് ചെയ്തത്. എത്രയാണോ എടുത്തത് അതിനേക്കാളും ഒരു 1/4 ഗ്ലാസ് കൂടുതൽ അത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അവസാനം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അടുത്ത ചടങ്ങ് ഹാസിമിനെ കുളിപ്പിക്കുക, റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആൾ ഫ്രഷ് ആകുമ്പോൾ ടാറ്റാ ബൈ ബൈ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. കുളിക്കാനും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ വിളിക്കണ അനുസരിച്ച് ആൾ വരും കേട്ടോ. ഒരുപാട് ഇമോഷൻസ് നിറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു. ഹാസിമിനെ സ്കൂളിൽ വിടാനോ അല്ലെങ്കിൽ അവൻ വലുതായെന്ന് വിശ്വസിക്കാനോ ഇപ്പോഴും പറ്റണില്ല കേട്ടോ. ആൾ ആ ചെറുതായിട്ടുള്ളൊരു കൈക്കുഞ്ഞായിട്ട് തന്നെ ഇപ്പോഴും ഇരുന്നാൽ മതി എന്നുള്ളൊരു മൈൻഡാണ് എനിക്കെപ്പോഴും. ഒരു ഉമ്മയായിട്ടുള്ളൊരു ഫീലിങ്സൊക്കെ എനിക്ക് കിട്ടിയത് 3ാമത്തെ ഡെലിവറിക്ക് ശേഷമാണ് കേട്ടോ. ആദ്യത്തെയൊക്കെ ഒരു 19 വയസ്സിലൊക്കെ ആയിരുന്നു എൻ്റെ ഡെലിവറി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവനോടും ഒരു അറ്റാച്ച്മെൻറ്റ് കുറവായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്ത് എല്ലാം ഇവൻ്റെ ചെറിയ ചെറിയ കുസൃതികളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ളത് ഈ ഹാസിമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. അംദാൻ്റെ ഹാറുൻ്റെ കാര്യത്തിലൊന്നും ഞാനതൊന്നും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാനിവൻ അത്രയും ടേക്ക് കെയർ ചെയ്താണ് കൊണ്ടുനടന്നേക്കണേ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ എൻ്റെ അടുത്തുനിന്ന് ഒന്ന് മാറിപ്പോകുന്നതിലുള്ളൊരു ചെറിയ വിഷമമാണ് എനിക്ക്. പക്ഷേ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കുളിച്ച് കുട്ടപ്പനായി റെഡിയായി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ വലിയ അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇക്കാക്ക് ഓൾറെഡി സോർട്ടഡ് വെജീസും ചിക്കനും കാര്യങ്ങളൊക്കെയാണ്. ഇക്ക ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞോണം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇക്കാക്ക് സോട്ട് ചെയ്തെടുത്ത വെജീസും അതിൽ നിന്നൊരു ചിക്കൻ പീസൊക്കെ എടുത്ത് ആൾക്ക് കൊടുത്തപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ്. പിന്നെ പൊട്ടറ്റോ നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതും ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ സേമിയയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെജീസും ചിക്കൻ്റെ ഒരു പീസൊക്കെ വെച്ചിട്ട് അങ്ങനെ ലഞ്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇക്കായും റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കും ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ അമ്മമാരും മക്കൾ വളർന്ന് വലുതാവുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇവൻ ഒട്ടും വലുതാവുന്നതിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴും ആ തൊട്ടിയിൽ കിടന്നുറങ്ങണ ആ ഒരു പരുവത്തിലിരുന്നാൽ മതി. എനിക്ക് ആ ഒരു പ്രായം തന്നെയാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കണം, കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കാണല്ലോ മക്കൾ പോകുന്നത്. മക്കളെക്കാളും കൂടുതൽ പാരൻസിനും അതൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണല്ലോ. അതേ അപ്പിക്ക കഴിക്കുന്നുണ്ട്. അപ്പോൾ സേമിയ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സോർട്ടഡ് വെജീസിലും ചിക്കനിലേക്കും കുറച്ചൊന്ന് സാലഡ് ഡ്രസ്സിങ്ങും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാസിമിൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ അത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം സേമിയ ഉപ്പുമാവ് കുറച്ച് വെച്ചു. പിന്നെ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് 2 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ ക്യാരറ്റും പൊട്ടറ്റോയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് സ്നാക്സായിട്ട് ബദാമോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ, വിശന്നാൽ വേണ്ടി മാത്രം കൊടുക്കാൻ. അല്ലാതെ ഇത് കംപ്ലീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ കൊടുത്തേക്കുന്നത്. അവർക്ക് അതൊരു ഫുഡോ കാര്യങ്ങളോ ഒന്നും കുറവ് വരരുത്. കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയാലും അവർക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബോട്ടിൽ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക എൻ്റെ കൂടെ വന്നില്ല, ഞാനങ്ങനെ ആക്കിയിട്ട് പോവുക ചെയ്തത്. ഞാൻ അവനെയും കൂടി അവരുടെ വീട്ടിലേക്ക് അങ്ങനെ കയറി ചെന്നിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് പിന്നെ അവനെ ഹൈഡ് ചെയ്തിട്ട് ഞാൻ വേഗം അങ്ങനെ ഇറങ്ങിപ്പോരെ ചെയ്തിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഡോറിൻ്റെ അപ്പുറത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാനും ഇപ്പുറത്ത് നിന്ന് കരഞ്ഞിട്ടാ. അതിപ്പോൾ എല്ലാ അമ്മമാർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര മിസ്സിങ് തന്നെയാണ്. അത്രയും ദിവസം എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ കൂടെ ഇല്ലാതാകുമ്പോഴുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ. ഇതിപ്പോൾ ആ കുട്ടി എനിക്ക് വീഡിയോ അയച്ചു തന്നതാണ് കേട്ടോ. ഞാൻ പോകുന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്ന്. അപ്പോൾ ഒരു ഫാസ്റ്റ് സോങ് വെച്ചു കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഡാൻസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് ആൾ അയച്ചെന്താണ്. അതേപോലെ അവിടെ അവരുടെ മോനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ ഗ്രേപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ചെന്നപാടെ ആ ഒരു പ്ലേറ്റ് കൈക്കലാക്കിയിട്ട് ആൾ അത് എടുത്ത് കഴിക്കുകയും ചെയ്തിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം തുടങ്ങി ഞാൻ ഗ്രേപ്സ് സെപ്പറേറ്റ് കൊടുത്തയച്ചിട്ടാണ്. കാരണം നമ്മുടെ പിള്ളേരെയും കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ. അപ്പോൾ വന്നിട്ട് ഞാൻ പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കുറച്ച് വേവിച്ചെടുത്തു. പരിപ്പ് കുറച്ചധികം വെന്തു പോയിട്ടാണ്. അപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഹാസിമിനും ഹാറൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പ് കറി. ഹംദാന് തീരെ ഇഷ്ടമല്ല പരിപ്പ് കറി. കണ്ടാൽ തന്നെ അവൻ്റെ കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ. അവൻ അത്രയ്ക്ക് വിഷമമാണ് പരിപ്പ് കറി കാണുന്ന ദിവസം.
അതിൻ്റെ കൂടെ വല്ല ചമ്മന്തിയോ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും ഇല്ലെങ്കിൽ അവൻ കരച്ചിൽ തുടങ്ങൂട്ടാ. ഉമ്മയ്ക്ക് ഈ കറിയല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല ഉണ്ടാക്കാമെന്നും ചോദിച്ചിട്ട്. അപ്പോൾ മുരിങ്ങയില ഉണ്ടായതുകൊണ്ട് തന്നെ പരിപ്പും മുരിങ്ങയിലയും കൂടി തേങ്ങ അരച്ചിട്ട് അങ്ങനെ കറി വെച്ചതാണ് കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് മുരിങ്ങയിലയും മുട്ടയും കൂടി അങ്ങനെ അതും കൂടി കൂടിയിട്ട് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് വെക്കാൻ കാരണം ഹംദാന് നമ്മളുടെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അവനതും കുറച്ച് വൈറ്റ് റൈസും ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവൻ്റെ ലഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട്. ലാസ്റ്റ് കുറച്ച് തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4 hours ഒക്കെ കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചെന്നു. ആളൊരു ഇറങ്ങാൻ പോണ ഒരു സമയമായിരുന്നു കേട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങി വരുന്നുണ്ടായിരുന്നു, ആൾ ടയേർഡാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ വന്ന ഉടനെ തന്നെ ഹാറൂനും വന്നു. അങ്ങനെ 2 പേർക്കും കൂടി ഞാൻ ചോറൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പരിപ്പ് കറിയിലേക്ക് തേങ്ങ അരച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പരിപ്പ് കുറച്ച് കൂടുതൽ വെന്ത് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കുറച്ച് വെള്ളവും പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുരിങ്ങയിലേക്ക് പെട്ടെന്ന് വേവുമല്ലോ, അത്ര വേവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കറി ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.